മുണ്ടക്കൈ ദുരന്തത്തിൽ ഉൾപ്പെട്ട 16 കുടുംബങ്ങൾക്കുള്ള വീടുകൾ നാഷണൽ ലീഗ് കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ 8 ഫ്ളാറ്റുകളാണ് കുന്നമ്പറ്റയിൽ കൈമാറിയത്. അടുത്ത ദിവസം പണി പൂർത്തിയായ 2 ബെഡ്റൂം ഫ്ളാറ്റുകളാണ് പൂർണ്ണമായും ഫർണിഷ് ചെയ്ത കുടുംബങ്ങൾക്ക് നൽകിയത്. സ്ഥിരം സംവിധാനം ഒരുങ്ങുന്നതുവരെ വീടുകളുടെ വാടകയും മറ്റ് ദൈനംദിന ചെലവുകളും നാഷണൽ ലീഗ് വഹിക്കും. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ താമസ സൗകര്യം ഒരുക്കിയ ശേഷം മാത്രമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇവർക്ക് അടിയന്തരമായിട്ട് വേണ്ടത് ആ ക്യാമ്പിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കലാണ് ഏറ്റവും പ്രഥമമായിട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഞങ്ങൾ 50 വീട് ലക്ഷ്യം വെച്ചതിൽ ഇപ്പോൾ 16 വീടിനുള്ള വീടുകൾ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ അടുത്ത ആഴ്ചകളിൽ തന്നെ മറ്റു വീടുകൾ കണ്ടെത്തും. നമ്മളെ പദ്ധതി എപ്പോഴാണോ സാക്ഷാത്കരിക്കുന്നത് ആ ദിവസം നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവെക്കാം എന്നുള്ള നിലക്കാണ് ഈ ദിവസം ഞങ്ങൾ ഈ പദ്ധതിയെ വെളിപ്പെടുത്തുന്നതും അതേ ദിവസം തന്നെ ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് താൽക്കാലിക താമസ സൗകര്യം ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബങ്ങൾ. സന്തോഷമാണ് ഇത് ചെയ്തവർക്ക്, ഭയങ്കര സന്തോഷം. പഠിച്ചവർക്ക് നല്ലത് ആകാനും പ്രാർത്ഥിക്കണം. എന്താ പറയുക, വീട്ടിൽ ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അതൊക്കെ അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി. ഇന്ന് നമുക്ക് ചാവി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ താമസം തുടങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ 16 വീടുകൾക്ക് പുറമെ സർക്കാർ നിർദ്ദേശിക്കുന്ന 34 കുടുംബങ്ങൾക്ക് കൂടി നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി താമസ സൗകര്യമൊരുക്കും. സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, വയനാട്.